വളരെയധികം നിർഭാഗ്യകരമായ സംഭവമാണ് നിതിൻ രാജിന്റെ മരണം. കണ്ണൂരിലെ അഞ്ചരക്കൽ ഡെന്റൽ കോളേജിൽ വെച്ചാണ് നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണങ്ങളെല്ലാം നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ അതിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സ്പീക്കർ എന്ന നിലയ്ക്ക് ഞാനും ആവശ്യപ്പെടുന്നത്. അങ്ങേയറ്റം റേസിസ്റ്റ് പരാമർശം, അതോടൊപ്പം തന്നെ ജാത്യാധിക്ഷേപം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഈ കേരളത്തിലെ അപൂർവം ക്യാമ്പസുകൾ മാത്രമാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു പോംവഴി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യം തന്നെയാണ്. SFI ആവട്ടെ, മറ്റിതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാവട്ടെ, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടന ഉണ്ടായാൽ മാത്രമേ അധ്യാപകന്മാരുടെ ഇത്തരം വിക്ടിമൈസേഷന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നേരത്തെ TD മെഡിക്കൽ കോളേജിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് SFI ഉൾപ്പെടെ സംഘടന സജീവമായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് നാട്ടിയകറ്റാൻ വേണ്ടി ആരൊക്കെയാണോ പരിശ്രമിച്ചത് അവരൊക്കെയാണ് ഇത്തരം ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾക്കുള്ള ഉത്തരവാദികൾ. കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം സജീവമാണ് ക്യാമ്പസുകളിൽ. അതിലൂടെ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ആരോപണ വിധേയരായ ഡോക്ടർമാർ ഡെന്റൽ കൌൺസിലിൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണം. അവരിനി പ്രാക്ടീസിങ്ങിന് യോഗ്യരല്ല. അവരുടെ അംഗത്വം റദ്ദ് ചെയ്യാൻ ഡെന്റൽ കൌൺസിൽ ഓഫ് ഇന്ത്യ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.